പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഒരു കിടിലൻ ഗിഫ്റ്റാണ് കൊടുത്തത്. ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ചെയ്തല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഗർഭകാലത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് നൃത്തം. നൃത്തമായിരുന്നു. ഡാൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പല രീതിയിൽ നമുക്ക് വരുമല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. അതെനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് ചെയ്യണം എന്നൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. പക്ഷെ ആദ്യം നമുക്കൊരു നല്ല രീതിയിൽ പലയിടത്തു നിന്നായിട്ട് നെഗറ്റീവ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ടെലികാസ്റ്റിന് ശേഷമാണ് എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെയാണ്, അല്ലാത്തവരാരൊക്കെയാണെന്ന്. കമന്റ്സുകൾ പലതും വരും, പക്ഷെ ഞാൻ ഒന്നും കാര്യമാക്കാറില്ല. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഉത്തര തീരുമാനിച്ചപ്പോൾ ഒരു കിടിലൻ ഗിഫ്റ്റാണ് കൊടുത്തത്. വേറെ ഒന്നുമല്ല, 7ാം വയസ്സിൽ ഉണ്ണീനെ ഇട്ടുകൊണ്ട് ഡാൻസ് കളിച്ചു. ഡാൻസ് അല്ല കേട്ടോ, നൃത്തം അല്ലേ. ഉത്തര ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടല്ലേ? ക്ലാസിക്കലും വെസ്റ്റേണും. കഷിക്ക് ഇപ്പം 9 മാസമാണ്. മെയിൽ അവസാനത്ത് ഉണ്ണി ഇങ്ങി വരും അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? ആ വീഡിയോയ്ക്ക് വന്ന, അതായത് മഴവിൽ മനോരമയുടെ ഫ്ലോറിൽ പോയി കളിച്ചിട്ടുള്ള വീഡിയോയ്ക്ക് വന്ന കമന്റും എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ചോദിച്ചില്ലേ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്തപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ വയറ്റിൽ ഇട്ടുകൊണ്ട് പെർഫോമൻസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അല്ലാതുള്ള നമുക്കുള്ള പ്രശ്നങ്ങള്, പലയിടത്തുനിന്നായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അതെ, അതിപ്പോ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിനെ സാധാരണ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ നോർമലി എല്ലാവർക്കും തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ചെയ്തല്ലോ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടല്ലായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. അതെ, ഏറ്റവും ഇഷ്ടം നമ്മൾ പറയും ഗർഭകാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിന്തിക്കുകയും വായിക്കുന്ന പറയുന്നത്. അങ്ങനെ ഗർഭകാലത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് നൃത്തം. നൃത്തമായിരുന്നു. ഉണ്ണീനെ വയറ്റിലിട്ട് കളിച്ചത് ഒരു വലിയ പ്രശ്നമായി. പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് പോയി, ഇപ്പൊ ഡാൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പല രീതിയിൽ നമുക്ക് വരുമല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. അതെനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് ചെയ്യണം എന്നൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. പക്ഷെ ആദ്യം നമുക്കൊരു നല്ല രീതിയിൽ പലയിടത്തു നിന്നായിട്ട് നെഗറ്റീവ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. പക്ഷെ അതിൽ വേദിയിൽ വന്ന് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ പോലും നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ആ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് ആണ് എനിക്ക് അവിടെ കിട്ടിയത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഓരോരോ ചാനലിലും അവരായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഈ ഒരു ടൈമിൽ ടെൻഷൻ അടിച്ച് ഇതെല്ലാം ചെയ്യുന്നത്. ടെൻഷൻ അടി എന്ന് പറഞ്ഞാൽ ഒട്ടും എല്ലാരും പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ ടെൻഷൻ അടിക്കല്, കൂളായിട്ട് ഇരിക്കണം. പക്ഷെ എനിക്ക് കൂളാകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ഒരു സ്ട്രാപ്പ് ചെയ്തേക്കും, കുട്ടികൾ ഇത് അനുകരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് തന്നെ വയറ്റിൽ കുട്ടികളുള്ളവർ ആ കുട്ടികൾ ഇതൊന്നും അനുകരിക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ബോഡിയുടെ നേച്ചറാണുള്ളത്. ഉത്തരയെ സംബന്ധിച്ച് ഉത്തരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഗർഭകാലത്ത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. ചിലവർക്ക് മാങ്ങ മസാല എന്നൊക്കെ പറയുന്ന പോലെ ഉത്തരയ്ക്ക് ഇഷ്ടം നൃത്തം. അതല്ലേ ഉത്തര? അപ്പൊ ഈ കുഞ്ഞ് വയറ്റിലായി എത്ര നാൾ മുതലാണ് പ്രാക്ടീസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു മൂന്നാമത്തെ മാസം തൊട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണമെന്നല്ലായിരുന്നു ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത്. എൻ്റെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവർക്കൊരു സ്റ്റേജ് പെർഫോമൻസ് കൊടുക്കണം. കാരണം ഇവരിപ്പം കൂടുതലും കോമ്പറ്റീഷൻ അങ്ങനെ നടക്കുന്ന കുട്ടികളാണ്. കോമ്പറ്റീഷൻ ചെയ്യുന്നു, ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിലും വേദികൾ ഒരുപാടുണ്ട്, നല്ല നല്ല വേദികളുണ്ടെന്നൊന്ന് അറിയിച്ചു കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ഞാൻ സത്യം പറഞ്ഞ് ഇറങ്ങി തിരിച്ച്. എനിക്കായിട്ട് വേണ്ടിയല്ല ഞാൻ സത്യം പറഞ്ഞ ചെയ്ത് തുടങ്ങിയത്. അപ്പം നമ്മുടെ ഒന്നാം ക്ലാസിക്കൽ കുട്ടികളാണ്, അവരെ വെച്ചിട്ട് നമുക്കിപ്പം വെസ്റ്റേൺ അങ്ങനൊന്നും ചെയ്യിപ്പിക്കാം. അപ്പൊ എനിക്ക് അതിലൊരു വെറൈറ്റി എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പ്രഗ്നന്റ് അല്ലേ, അപ്പോൾ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ചെയ്യുവാണെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റും, എനിക്കും അത് നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഞാൻ 3ാമത്തെ മാസം തൊട്ട് ട്രൈ ചെയ്യുക. എൻ്റെ ഒരു 3 മാസം തൊട്ട് ട്രൈ ചെയ്ത് ഡോക്ടറോടൊക്കെ ചോദിച്ചായിരുന്നോ? അതെ, അതാണ് അത് ഡോക്ടറിനോട് ചോദിച്ചു. അപ്പം ഈ പ്രോഗ്രാം ആദ്യം ഈ തുടങ്ങിയ സമയത്ത്, ഇതിനെപ്പറ്റി ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഡോക്ടറിനോട് സംസാരിച്ചായിരുന്നു. ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ട്. ഭവ്യ എന്നാണ് ഡോക്ടറിന്റെ പേര്. അടൂരി ലൈഫ് സ്റ്റൈലിലാണ് കാണിക്കുന്നത്. കാരണം മാമിന്റെ നല്ലൊരു സപ്പോർട്ട് ഉള്ളത്
വന്നതുകൊണ്ട് കൂടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം മാം ആദ്യം ഒരു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയി ചെയ്തു, അതിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പക്ഷെ അതിനുശേഷം ഈ പ്രോഗ്രാമിന് പോകുന്നതിന്റെ 4 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് ഫ്ലൂയിഡൊക്കെ കൂടി, ഷുഗറൊക്കെ കൂടി, അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ മാമിനോട് ചോദിച്ചില്ല. കാരണം പോകുന്ന കാര്യത്തെ പറ്റി മാമിനോട് സംസാരിച്ചു. ചിലപ്പോൾ അവിടെ മാം സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ഈ ഒരു അവസ്ഥ, കാരണം ഇതിനുവേണ്ടി ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചതാ. അപ്പൊ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഈ സിറ്റുവേഷനിൽ. അപ്പൊ അതുകൊണ്ട് മാമിനോട് ചോദിച്ചില്ല, ചോദിക്കാതെ പെർഫോമൻസ് ചെയ്തിട്ട് വന്നതിന് ശേഷം മാമിനോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ. ഹോസ്പിറ്റലൊന്നും പോയില്ല. കാരണം അതിനുശേഷം സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഷുഗർ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ. പക്ഷെ ഇത് ടെലികാസ്റ്റ് ആവുന്നതിൻ്റെ അന്നത്തെ ദിവസമായിരുന്നു എനിക്ക് ചെക്കപ്പ്. അന്നാണ് ഞാൻ ചെന്നത്. അന്നത്തെ ദിവസം കുഞ്ഞ് നല്ല ഹാപ്പി ആയിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു എനിക്ക്. അപ്പൊ തന്നെ നമുക്ക് നല്ല നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആക്കും അത് നല്ല രീതിയിൽ എന്താ പറയാ പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം ഞാൻ എന്തുമാത്രം ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രയും ഹാപ്പിയാണ് എൻ്റെ കുഞ്ഞ്. അപ്പൊ എനിക്ക് നമ്മുടെ ഒരു അനുഭവത്തിലാണല്ലോ ഓരോന്നും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, അതില് സത്യം പറഞ്ഞാല് മഞ്ജു ചേച്ചി, നസീറിക്ക, കാർത്തിക് സൂര്യ, അന്നത്തെ ദിവസം ഗസ്റ്റായിട്ട് വന്നത് അംബിക മാം ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം അറിയാലോ എന്തുമാത്രം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അവരൊക്കെ പറയുന്ന നല്ല കമന്റ്സ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വേദിയിൽ കരഞ്ഞുപോയി. ആ ഒരു സിറ്റുവേഷൻ വരെ എത്തി എനിക്ക്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇതേ ഞങ്ങളുടെ ചാനലിൽ ആദ്യം ഞങ്ങളൊരു സ്റ്റോറി ചെയ്തായിരുന്നേ, ബുള്ളറ്റ്, അതായത് നിറവൈറൽ ബുള്ളറ്റ് ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. അന്നേരം ഇപ്പം അവരത് ഇട്ടില്ല. അപ്പം നമ്മൾ വൈറലായപ്പോഴത്തേ നമ്മൾ ചെന്ന് അന്വേഷിക്കാം. അപ്പോഴാണ് പറയുന്നത് കുഞ്ഞുണ്ടായി 2 വർഷമായി. അതിനുശേഷം അവരത് പോസ്റ്റ് ചെയ്യുന്നു. അവർക്ക് പേടിയായിരുന്നു. കാരണം ഈ സൊസൈറ്റിയിൽ അറിയാമല്ലോ, ഇപ്പം എല്ലാവരും അതിനിടയിലുള്ള കമൻറ്റ് ചെയ്തായിരുന്നു, ബൈക്കൊന്ന് തെന്നി വീണാൽ അറിയാം കൊച്ച്, ഇവിടെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ, ഇവിടെ എത്ര പേർക്ക് കുഞ്ഞില്ലാണ്ട് ജീവിക്കും. നമ്മളെല്ലാം കമൻസ് മനസ്സിലാകണ്ട. അത് 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അസൂയ കൊണ്ടും പിന്നെ നമ്മളോടുള്ള ഒരു കെയറും ഉണ്ട്. ഇതിലേത് വേണം നമ്മളാ തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? എനിക്ക് ഈ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് എനിക്ക് ചേച്ചി പറഞ്ഞാൽ മനസ്സിലായി. സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചി ഫാമിലിയിൽ ഇപ്പൊ ഉള്ള കാര്യം പറയാം. എൻ്റെ ഈ ഒരു ടെലികാസ്റ്റിന് ശേഷമാണ് എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാരൊക്കെയാണ്, അല്ലാത്തവരാരൊക്കെയാണെന്ന് കാരണം നമ്മൾ നമ്മുടെ ആ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കും. എനിക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. കൂടി വന്ന ചേച്ചി 1-2 ആൾക്കാരേ ഉള്ളൂ സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് നിന്നവർ. പിന്നെ നമ്മുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് പറയും എടുക്കുക. പക്ഷെ നമ്മുടെ ആ ചിരിയിലുണ്ട് ഒരു നെഗറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചേച്ചി കാര്യമായിട്ട് എടുക്കുന്നതല്ല. ഞാൻ എൻ്റെ കാര്യമായിട്ട് മുമ്പോട്ട് പോകും, അത്രേ ഉള്ളൂ. പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് ആ വേദിയിൽ ഞാൻ കരയാനുള്ള മെയിൻ റീസൺ അതാണ്. കാരണം എനിക്ക് അത്രയും പ്രഷറാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും പറയും ഹാപ്പി ആയിട്ട്, ഹസ്ബൻഡും പറയും നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നീ കൂളായിട്ട് ഇരിക്കുക, നിന്നെ കൊണ്ട് പറ്റുമല്ലോ ചെയ്യാൻ. പക്ഷെ എല്ലാം പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ഒരു പ്രശ്നങ്ങളുണ്ട്, നെഗറ്റീവ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ആ നെഗറ്റീവ് കിട്ടുമ്പോൾ എനിക്ക് നല്ലൊരു എനർജി വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. കാരണം ആ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് കയറണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. കാരണം ഈ സമയത്ത് പോലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പല കമന്റ്സ് വരുന്നുണ്ട് ചേച്ചി. ഇപ്പം നല്ലതും വരുന്നുണ്ട്, ചീത്തയും വരുന്നുണ്ട്. അത് ഫാമിലിയിൽ നിന്നും ആയിക്കോട്ടെ, എന്താ പറയാ അല്ലാതുള്ള പുറത്തുനിന്നും ആയിക്കോട്ടെ, എല്ലാം വരുന്നുണ്ട്. അവരൊക്കെ ഞാൻ പറയുന്നത് മാതൃത്വം ഭയങ്കര സിംബോളിക്കാണ് ഇവിടെ. ഈ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും. കേരളത്തിലാണ് എനിക്കത് ഭയങ്കര അല്ല ചേച്ചി. ഇപ്പൊ ചേച്ചി പറഞ്ഞാൽ മനസ്സിലായി. ഈ കുറ്റം പറയുന്നവരെല്ലാം ഇതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാം ജനിപ്പിച്ച് കൊണ്ടുവന്നവരാണ് ഈ നമ്മളെ പറ്റി കമന്റ്സ് പറയുന്നത്. അതവര് ചിന്തിക്കുന്നില്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ നമ്മളെ പോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കമന്റ്സുകൾ പറയണമല്ലോ. കേരളത്തിൽ ഭയങ്കര സിംബോളിക്കാണ്. അതായത് ഗർഭമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അടക്കം ഒതുക്കം കുറച്ചുകൂടെ കൂടണം. ഗേൾസ് കുറച്ചുകൂടി അറ്റൻഷൻ പ്ലീസ്, ബിക്കോസ് നമ്മൾ വോംപിലൊരു സാധനമുണ്ട്, ആ സാധനത്തിന് നമ്മൾ ഭൂമിയിലേക്ക് ഇറക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അറ്റൻഷൻ കെയർ വേണം. അത്
ഞാൻ പറയാണ്ട് തന്നെ ഉത്തരയ്ക്ക് അറിയാം. ഉത്തരയുടെ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഉത്തരയ്ക്ക് മാത്രമാണ്. മനസ്സിലായോ? പക്ഷെ നമ്മളത് കാര്യമാക്കാതെ പോയി. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ പലയിടത്തുനിന്നും പല കുറ്റങ്ങളും കാര്യങ്ങളും നമ്മളെ പറയും. പക്ഷെ അത് നമ്മൾ കാര്യമാക്കാതെ പോകും. ഇപ്പൊ ചേച്ചി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമില് ഇങ്ങനെ എന്താ എനിക്ക് വിശേഷമാണ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ചേച്ചി പറഞ്ഞ പോലെ അനങ്ങരുത്, എടുക്കരുത്, അങ്ങനെ തന്നെ ആയിരുന്നു. അതിലൊരു മാറ്റവും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ. പിന്നെ അങ്ങനെ ആകുമ്പോൾ ചേച്ചി നമ്മളൊരു റൂമിലിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് വേറെ രീതിയിൽ നമുക്ക് ഓരോരോ ചിന്തകളും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അതിന് ശേഷം ഒരു 3 months കഴിഞ്ഞ് 4 months സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി തുടങ്ങി. പിന്നെ 4, 5, 6 ഏകദേശം പറയുവാണെങ്കിൽ ഈ 8ാം മാസം ലാസ്റ്റ് വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുന്നതൊക്കെ. അപ്പൊ ഇപ്പോഴത്തെ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഇപ്പം വേറൊരു ടീച്ചറിനെ നമ്മൾ വെച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. കമന്റ്സുകൾ പലതും വരും, പക്ഷെ ഞാൻ ഒന്നും കാര്യമാക്കാറില്ല. ഉത്തര ടീച്ചറാണോ? ഡാൻസ് ടീച്ചറാണോ? എവിടെയാണ്? സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടോ? അതെ, ദീംതന സ്കൂൾ ഓഫ് ഡാൻസ് ആണ് എൻ്റെ ഡാൻസ് സ്കൂളിന്റെ പേര്. സ്ഥാപനം വരുന്ന മാവേലിക്കരയാണ്. 3 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആകെപ്പാടെ ഒരു ബ്രാഞ്ച് നടത്തുന്നുള്ളൂ. കാരണം എനിക്ക് 3 ഇടത്തുകൂടി ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരിടത്ത് മാത്രമായിട്ട് ഇപ്പൊ ക്ലാസ് ഉള്ളൂ. അതെ. അവിടുത്തെ കുട്ടികളെല്ലാം ഉണ്ണിയെ കാത്തിരിക്കുകയാണോ? അതെ, അവിടുത്തെ കുട്ടികളാണ് എന്നെ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തത്. അവര് കൂടെ ഉണ്ടായിരുന്നു, അവരുടെ പേരൻസ്. അപ്പൊ അവരൊക്കെ തന്ന ഒരു സപ്പോർട്ട്. അതാ ഞാൻ പറയും, ചുരുക്കം പറഞ്ഞ് 1-2 പേര് നമ്മുടെ കൂടെ ഇരിക്കും, ബാക്കി എല്ലാരും. ഈ പറയുന്ന പെർഫോമൻസ് ഇതിനു മുന്നേ, അതായത് കല്യാണത്തിന് കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്? അതെ. കാരണം ഞാൻ നേരത്തെ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പൊക്കെ. കൊറിയോഗ്രാഫറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഡാൻസ് സ്കൂൾ ഇട്ട് ഇങ്ങനെയൊക്കെ. പിന്നെ അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം സീരിയലും ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യ ടിവിക്കകത്ത് ഒരു സുന്ദരി എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം തുടങ്ങണം എന്നുള്ള നടക്കും. നമ്മള് ചിലവർ പറയും ഇപ്പൊ നമുക്ക് ഏത് കാലവും, പ്രസവം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഏത് കാലവും നല്ലതാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ ഇപ്പം സീരിയലിലേക്കൊക്കെ തിരിച്ചിറങ്ങും കുഞ്ഞായി കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും മറ്റേ ഉപ്പുമുളകിനകത്തല്ല, കൊച്ചിനെ വരെ വെച്ചാണല്ലേ. അതെ, കാരണം നമ്മളിങ്ങനെ ഓഫായിരിക്കുന്നത് ശരിയല്ലല്ലോ. എപ്പോഴും നമ്മൾ ഓൺ ആവണം എല്ലാവരും. അത് വേണം. അപ്പം മുന്നേ അഭിനയിച്ച സീരിയൽ സൂര്യക്കകത്തായിരുന്നു? സൂര്യക്കകത്തായിരുന്നു. കണ്ടിന്യൂ ക്യാരക്ടറായിട്ട് പോയ സൂര്യക്കകത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അത് വേണ്ട, കാരണം എനിക്കൊന്ന് ക്ലാസിന്റെ പ്രശ്നം. ക്ലാസ് നമ്മളാണല്ലോ എടുക്കുന്നത്. അപ്പം നമ്മള് ക്ലാസ് ഒത്തിരി പോകുന്നു കുട്ടികൾക്ക്. അപ്പൊ ഇത് കണ്ടിന്യൂ ക്യാരക്ടർ ആണെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അവര് പറഞ്ഞത് ജസ്റ്റ് കാരണം നമ്മള് പലയിടത്തായിട്ട് ഇപ്പം സീരിയലിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്നും ഇല്ല കാണിക്കാൻ, ഒരു വീഡിയോ ക്ലിപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി തുടങ്ങിയതാ. പക്ഷെ അത് കണ്ടിന്യൂ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ എന്റെ ക്ലാസ്സിലെ പ്രശ്നം, അങ്ങനത്തെ കുറെ ഇഷ്യൂ. അതെ, നൃത്തവും ഇനി അഭിനയവും കൊണ്ടുപോകണം. എന്താണെങ്കിലും ഉണ്ണി ഹാപ്പി ആയിട്ട് വരട്ടെ. ഉടനെ തന്നെ ഉണ്ടാവില്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ മാസം അവസാനം അല്ലേ? ഈ മാസം ലാസ്റ്റ് ആണ്. ഉണ്ണി വരട്ടെ. ഉണ്ണിയോട് ഈ കഥയൊക്കെ പറയണം, ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് ഉണ്ണി അമ്മ ചെയ്ത സാഹസങ്ങൾ, ഇതൊക്കെയാണ് ഉണ്ണി ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ. നിന്റെ അമ്മയെ നിന്നെ എന്നോട് പണ്ട് നമ്മൾ പറയില്ലേ, ഒരലിനിട്ട് ഇടിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് പോയി പ്രസവിച്ചിട്ട് വന്നതാണ്. അതൊക്കെ അവർ പറയുന്നത് ഗിമ്മിക്കാണെങ്കിൽ കൂടി ചിലപ്പോൾ ആയിരിക്കാം, അല്ലാന്ന് വെച്ചാൽ ആ നിമിഷം അവർക്ക് പണിയെടുക്കേണ്ടി വന്നതിന്റെ പ്രശ്നമാണ്. മനസ്സിലായി? റെസ്റ്റ് കിട്ടിയിട്ടില്ല അത്ര സ്ത്രീകൾക്ക്. അവർക്ക് പണിയെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വന്ന് പ്രസവിച്ചു. പക്ഷേ ഇപ്പോഴത്തെ കാലത്തും അത് എനിക്ക് അതിലൊരു മാറ്റം തോന്നുന്നില്ല. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റും. അതിപ്പോഴും അങ്ങനെ തന്നെ. അതില് പിന്നെ മെയിൻ പണിയെടുത്താലേ പറ്റൂ. പണിയെടുക്കാതെ ഒന്നും ഈ വന്ന കാലത്ത് പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഞാൻ ഇറങ്ങി തിരിച്ചത്. നമുക്ക്
ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ, ചില ലേഡീസ് ആണെങ്കിൽ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം ഇരിക്കുന്നത്. പക്ഷെ ആ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മെന്റലി ചേച്ചി പല പ്രശ്നങ്ങൾ വരും. നമ്മള് വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് അല്ല പലർക്കും നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ല ഉത്തരയൊക്കെ ബ്ലസ്സിംഗ് ആണ് അതിൽ. കാരണം പല സ്ത്രീകളും ബെഡിൽ തന്നെ കിടന്ന് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, മനസ്സിലായോ? അതായത് എന്റെ അറിവിലുണ്ട് അങ്ങനെ ബെഡിൽ തന്നെയാണ്, ഫസ്റ്റ് ടു ലാസ്റ്റ് അവർ ബെഡിലാണ്. അവിടെ നിന്ന് ആ കുഞ്ഞിനെ എടുക്കാനേ അവരത്രയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ആളുകൾ പറയുന്നത്. ഓരോരുത്തരും ഇങ്ങനെ കുഞ്ഞിനെ വേണം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് സിമ്പിളായിട്ട് ആ ഫ്ലോറിൽ വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, നിന്റെ കാല് തന്നെ, ഇതൊക്കെയാണ് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് അത് നമുക്ക് അത് ചിന്തിക്കുന്നവരുണ്ട്. എന്താണെന്നറിയോ, ഉത്തരയുടെ വയറ്റിൽ കിടക്കുന്ന ഉത്തരയുടെ കുഞ്ഞാ, ഉത്തരയ്ക്ക് അതിനുള്ള പ്രിക്കോഷൻ എടുക്കാൻ അറിയാം. മനസ്സിലാവുന്നുണ്ടോ? തന്നോണോ വേണ്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലൊരു നമ്മളെ തന്നെയാണെന്നുള്ള അതാണ് ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് ഇപ്പം കുഞ്ഞെങ്ങനെയാ കളിക്കുന്നുണ്ടോ വയറ്റിൽ കിടന്ന്? നന്നായിട്ട് കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ചവിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഈ കളിച്ച സമയത്ത് ഏറ്റവും ടഫ് ഏതിലായിരുന്നു? മീൻസ് കുനിയാനായിരുന്നോ എന്തായിരുന്നു? എനിക്ക് ചേച്ചി അങ്ങനെ ടഫായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇതില് മെയിൻ ഇപ്പൊ ഈ ഡാൻസിന്റെ കാര്യം ചോദിച്ചിട്ട് പറയും, ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ഐറ്റം. അപ്പോൾ എനിക്ക് ഈ സിറ്റുവേഷനിൽ എനിക്ക് പല പ്രശ്നവും കാര്യങ്ങളും വന്നപ്പം ഞാൻ മെന്റലി വീക്കായി, കുറച്ച് ഞാൻ വീക്കായി പോയി. വീക്കാകുമ്പോൾ നമുക്കൊരു കൊറിയോഗ്രാഫിംഗ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മൈൻഡ് അത്രയും നല്ല രീതിയിൽ ഇരുന്നാൽ നമുക്കൊരു അത് 1 സെക്കൻഡ് ആയിക്കോട്ടെ 2 സെക്കൻഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമുക്ക് അത് നല്ലൊരു ഐഡിയ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. അപ്പം എനിക്കിത് പറ്റാതെ വന്ന സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു മാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നപോലെ ഒരു പെർഫോമൻസ് ഉണ്ട്, അപ്പം എനിക്ക് ചെയ്യണം. ആദ്യം സത്യം പറഞ്ഞാൽ ഒരു ചിരിക്കകത്തല്ല ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അമൃത TV-ക്കകത്തായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചത്, ശ്വേതാമേനോനൊക്കെ ഉള്ള ഷോയിൽ. അപ്പം അതിൽ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിരുന്നു നമ്മൾ ചെയ്യാൻ. പെർഫോമൻസിനുള്ള ഐറ്റം എല്ലാം പഠിച്ചു വെച്ചു, എല്ലാം സെറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരോ ചാനലിന് ഓരോരോ ഡീറ്റെയിൽ അവരുടെ കാര്യങ്ങളുണ്ട്, അത് നമുക്കിവിടെ പറയാൻ പറ്റില്ല, ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പം അത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഐറ്റം എല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അവിടോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ഐറ്റം എല്ലാം തീർത്തു, എല്ലാം കഴിഞ്ഞു. നമ്മളൊരു മാമിനെ വെച്ച് ഇപ്പം ഞാൻ ചെയ്യുവാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ വേറൊരാളെ വെച്ചിട്ട് ഒരു ഐറ്റം കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ലാസ്റ്റ് പിന്നാണ് ഞാൻ ഒരു ചിരിയിലോട്ട് പിന്നെ പോകുന്നത്. ഒരു ചിരിയിൽ പിന്നെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം അങ്ങനെ അവർ തന്നെ അതിൻ്റെ അകത്ത് സോങ് ഫസ്റ്റ് എനിക്ക് തന്നു. അപ്പം അത് കുറച്ച് ടഫായിട്ട്, അത് ചേച്ചി ഇപ്പം നമുക്ക് ഇപ്പം മഞ്ജു ചേച്ചി തന്നെ പറഞ്ഞാൽ താണ്ഡവ് രീതി ചെയ്യാം, നമുക്ക് പല സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ്, സോങ് ആണ് എടുത്തത്. നല്ല ടഫായിട്ടുള്ള സോങ് ആയിരുന്നു എടുത്തത്. പക്ഷെ എന്നോടൊപ്പം എന്നെ പഠിപ്പിക്കുന്ന മാം ചോദിക്കുന്നുണ്ട്, ഉത്തരയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എടുക്കാൻ. ഞാൻ പറഞ്ഞു എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണ്ട, ഞാൻ ചെയ്തോളാം. എനിക്ക് ഈ സാധനം, ഈ ഒരു ഐറ്റം അത്യാവശ്യം നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ നമ്മൾ പറയാം. നമുക്ക് ആകെപ്പെടെ 1.5 മിനിറ്റേ ഉള്ളൂ പെർഫോമൻസ്. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളായിരുന്നു 1.5 മിനിറ്റ്. പക്ഷെ 3 മിനിറ്റിൻ്റെ ഒരു ഐറ്റം വന്നപ്പോഴത്തേക്കും ഒക്കെ പിന്നെ ക്യാൻസലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളോട് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റില്ലല്ലോ അങ്ങനെ. അപ്പം അങ്ങനെ എനിക്ക് അവരിൽ നിന്നും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞോളൂ ചേച്ചി, കുട്ടികൾ മെയിൻ എനിക്ക് പറയാനുള്ള കുട്ടികളാണ്. കുട്ടികൾ നല്ല രീതിയിൽ കൂടെ നിൽക്കുകയും ചെയ്തു, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം അവരോടൊക്കെ സത്യം പറഞ്ഞ ടീച്ചർ എന്നുള്ള രീതി എനിക്ക് സത്യം പറഞ്ഞ താങ്ക്സ് ആണ് അവരോട് തന്നെ പറയാനുള്ളത്. എന്താണെങ്കിലും ഉത്തര വരട്ടെ, ആള് വരട്ടെ, കക്ഷി വന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. വെറുതെ ഇരിക്കുമല്ലോ നിങ്ങളൊരു കുറച്ച് നാള്, തിരിച്ച് മിണ്ടി തുടങ്ങുമ്പോൾ അവൻ വന്ന് എന്നെ വിറ്റ് കാശാക്കി എന്നൊന്നും പറയിക്കാൻ പറയരുത്. പക്ഷെ കുഞ്ഞും ഡാൻസ് കളിക്കട്ടെ. ചില ഇപ്പോഴേ വയറ്റിൽ കിടന്ന മുദ്രകൾ കാണിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കാം, നമ്മൾ അറിയുന്നില്ല. പുറത്ത് വരുമ്പോ കാണാം, കൈ പിടിക്കുമ്പോ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, ഫോട്ടോസ് എടുത്തിട്ട് ചോദിച്ചാൽ മതി. അപ്പം എന്താണെങ്കിലും എന്താ പറയാ, സുഖപ്രസവം എന്നുള്ളൊരു പ്രസവം ഇല്ല എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. കാരണം സിസേറിയൻ ആണെങ്കിലും മറ്റേ നോർമൽ ഡെലിവറി ആണെങ്കിലും പെയിൻ ഉണ്ട്, എല്ലാത്തിനും പെയിൻ ഉണ്ട്. അങ്ങനെ സുഖപ്രസവം എന്നുള്ളൊരു പ്രസവം ഇല്ല. പക്ഷെ ഉണ്ണി വരട്ടെ, ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്.